തോണ്ടല് കളിക്കാം. ഹലോ, വെൽക്കം ബാക്ക്. വി ആർ ലവ് 2.0 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ സ്പെഷ്യൽ തന്നെയാണ്. സ്വാഗതം എന്ന് പറഞ്ഞ ആളെ കണ്ടില്ലേ, ആളുടെ 3ാമത്തെ പിറന്നാൾ ആഘോഷമാണ്, ബർത്ത്ഡേ ആഘോഷമാണ്. അന്ന് നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു പരിപാടി ഗംഭീരമായിട്ട് തന്നെ നടത്തിയതാണ്. ഇപ്പൊ നമ്മള് ബർത്ത്ഡേയും കൂടി നമ്മൾ ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാതെ അതെ പൊളിച്ചടക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. അതെ, നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് നമ്മളിപ്പോ ഈ ഇൻട്രോ കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്ത് പോകുന്നതിനോട് നമുക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പൊ ഒരുപാട് എന്താ പറയാ സന്തോഷം, ഒരുപാട് നാള് സന്തോഷത്തോടു കൂടി അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ടേക്ക് പോട്ടെ. അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഞങ്ങള് പെരുന്നാളിന് മുമ്പ് ചെറിയൊരു സ്ഥലം വരെ ഞങ്ങൾക്കൊന്ന് പോവാനായിട്ടുണ്ട്. അത് വേറെ എങ്കിലും അല്ല, ഇതാ നിക്കണ ആളെ കണ്ട ആൾക്ക് മൂക്കിൽ ഒഴിക്കുന്ന മരുന്നും കൂടെ മേടിക്കണം, ജലദോഷത്തിന്റെ നന്നായിട്ടുണ്ട്. ഗ്യാസ് അപ്പൊ അത് മേടിക്കണം. അപ്പൊ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് അമ്മൂസ് കൂടി ഉണ്ട്. അതെ അതെ, ഞാൻ വേറൊന്നല്ല കേട്ടോ, അമ്മ ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോ ഞാൻ പറഞ്ഞു വാടിയാണ് നമുക്കൊന്ന് പറഞ്ഞൊന്ന് റൈഡ് പോയിട്ട് വരാന്ന് പറഞ്ഞു. നമ്മൾ 2 വീലർ അല്ലാണ്ടല്ല കേട്ടോ. ഞാനൊരു കമന്റ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത്, എല്ലാവരും എവിടെയൊക്കെ പോകുമ്പോ കുളിച്ചിട്ട് പോകും, അമ്മ മാത്രം കുളിച്ചിട്ടല്ല പോകുന്നത്. എന്റെ മുടി നനഞ്ഞിരിക്കാത്തോണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്റെ മുടി ഞാൻ ഉണക്കുന്നത്. ഇവിടെ ഈ വീട്ടില് എന്റെ പൊന്ന് ദൈവമേ 4 നേരം 3 നേരം എനിക്ക് പിന്നെയുണ്ട് 4 നേരം കുളിക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ അമ്മു മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, അമ്മുന് ഒരു തരി വിശർപ്പും പറ്റില്ല, പിന്നെ ചൂടും സഹിക്കാൻ പറ്റില്ല. ചൂടും സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല കേട്ടോ. വേറെ നിങ്ങള് 4 നേരമൊക്കെ കുളിക്കുന്നുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. ഇപ്പൊ കാല് ഒടിഞ്ഞ കാരണം ഒരു ഇത്തിരി ശമനുണ്ട്. ഇവിടെ അമ്മ പറയട്ടെ, നീ ഒരു കാര്യം ഞാൻ കുളത്തിനകത്തോട്ട് ഇറങ്ങി കിടക്കാൻ ഒരു ടാങ്കിലെ വെള്ളം ഫുള്ള് പിശാചി തീർക്കുന്നത്. അപ്പൊ അത് കമന്റ് ആണ്, ഞാൻ ഫണ്ണി ആയിട്ട് പറഞ്ഞ കേട്ടോ. നമുക്കതൊരു വിഷയമല്ല. കാര്യം നമുക്കിപ്പോ കുളിക്കുമ്പോ ആളെ കുളിച്ചോണ്ട് കുളിമുറി കാണാൻ പറ്റില്ല. പോയിട്ട് വരാ പിന്നെ ഇവിടെ കോട്ടമുറിക്ക് വരെ പോയിട്ട് വരാതെ അവരുടെ എന്നെ ഇറക്കിയിട്ട് ഇവിടെ മാളയില് കൊണ്ടുവന്ന് നിർത്തിച്ചു. ഇച്ചുനെ എന്നിട്ട് ചെയ്യണ്ടല്ലോ, ഞാൻ ഇട്ട കോസ്റ്റ്യൂം ഇട്ട ലുക്കും ഒരു കാലം കൊലിച്ചുണ്ട്, ഒരു കാലം കൊലിച്ചില്ല. അങ്ങോട്ട് നോക്കിങ്ങനെ നമ്മളിവിടെ വന്നേക്കുന്നത് ജാനക്കുട്ടിക്ക് ഒരു ബോട്ടിൽ മേടിക്കാൻ വേണ്ടി കേട്ടോ. ഈ സാധനം എന്റെ അടുത്ത് പറഞ്ഞില്ല, കൈത്തേ അടച്ചിട്ട് പോന്ന്. ഓരോ സൈഡിലായിട്ട് ഓരോരുത്തരെ യാത്ര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അമ്മൂസും അതേപോലെ തന്നെ ഉണ്ണിയും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു നനഞ്ഞ് കഴിഞ്ഞിപ്പോ കിട്ടിക്ക് വന്നത്. അതെ, ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞങ്ങൾ മാളയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ നല്ല മഴ. ഞാൻ മൊത്തം നനഞ്ഞു. എന്തുകൊണ്ട് പറ്റാത്ത? പക്ഷെ ഇതിപ്പോ കെട്ടിക്കെട്ടി എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. അല്ലെ, ഇത് ഒരു പ്രത്യേക ഭംഗിയാ മോന്റെ കയ്യിൽ കാണാൻ. അല്ലെ, നല്ല ഭംഗിയാ കിടക്കാൻ, സ്റ്റാൻഡേർഡ് ലുക്ക് മോനെ കാണാൻ. എങ്ങനെ പോനെ പായുവിന്റെ അപ്പിറ്റൂയോ? പായുവിന്റെ അപ്പിറ്റൂയോ? ഹാപ്പി ബർത്ത്ഡേ ഒരു പാട്ട് പാടിയ ഹാപ്പി ബർത്ത്ഡേ കുട്ടാ ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. അമ്മയും ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നു. യെസ്, ക്ലിപ്പുകളാണ് തപ്പുന്നത്. ഡാഡി ഓടിയുണ്ട്. ഡാഡിക്ക് ചെറുതായിട്ടൊരു ക്ഷീണമുണ്ട്. കാര്യം ഒരു ചുമ, പനിയില്ല അല്ലേ? പനിയില്ല, നീർദോഷം, തലവേദന, അങ്ങനെയുള്ള രോഗങ്ങളായിട്ട് അലഞ്ഞു നടക്കാം. അതെ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയി കണ്ടായിരുന്നു, മരുന്നൊക്കെ ഉണ്ട്, മരുന്ന് കഴിച്ചപ്പോ ആശ്വാസമുണ്ട്. അതെ, ഇന്നലെയാണ് ഞങ്ങൾ കണ്ടേ. അപ്പൊ ഇത്തിരി ക്ഷീണൊക്കെ ഉണ്ട് അല്ലേ? വീഡിയോ കൂടെ കാണുമ്പോ ഇതിൽ കൂടെ കാണുമ്പോ ഇത്തിരി ക്ഷീണം തോന്നുന്നുണ്ട്. കണ്ണൊക്കെ ചെറുതായി, കുഴപ്പമില്ല, റെഡി ആകുമ്പോ ശരിയായിക്കോളും. അപ്പൊ നമുക്ക് ഇറങ്ങാം അമ്മേ. ക്ലിപ്പ് കൊടുക്കണ്ടാ, ക്ലിപ്പ് എടുക്കണ്ട. ഹംസാണെങ്കിൽ ഇവിടെ ഫുൾ തിരക്കിലായി. ഇത് എന്റെ ക്ലിപ്പ് തന്നെയാ, അത് അമ്മയുടെ ക്ലിപ്പ് തന്നെയാ.
എന്റെ അല്ല കേട്ടോ, അതൊക്കെ അവളുടെയാ. പോവാന്നാ. താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം. കൊതുകുന്നുണ്ട്. പോവാന്നാ. ഓക്കെ. അപ്പൊ നല്ല മഴയൊക്കെ പ്രമാണിച്ച് നമ്മൾ 4 വീലറിനാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ. എന്തിടാ അമ്മ ഇപ്പൊ വരും? തുറക്കാനോ? കഥ കടക്കാണ്ട് പോവാൻ പറ്റുമോ? അപ്പൊ മഴയാണ് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം ഒന്ന് നനഞ്ഞു കുളിച്ചിട്ടേ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അച്ഛനും അമ്മ വിച്ചു വണ്ടിയോടെ വിച്ചോടെ കണ്ണയില്ല. അപ്പൊ അച്ഛനും അമ്മ കേട്ടോ നമുക്ക് ഇതുകൊണ്ട് പോവാന്ന്. ഇതുകൊണ്ട് പോയാണല്ലോ അവിടെ തിരിക്കാൻ ഭയങ്കര പാടാട്ടോ. നിക്കടോ അച്ഛൻ വണ്ടി ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാ. ചേച്ചി പെമ്പിളാരിപ്പൊ കാത്തിരിക്കായിരിക്കും ചിമ്മണീനെ. ചൂന എന്തിയേ, ശാനി എന്തിയേ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. തലോണ്ട് വീഴും. എന്റെ പൊന്നു മോളെ. നമ്മള് മറ്റേ വണ്ടിയുടെ ഇതോ അടുപ്പ് കൊണ്ടുപോകാൻ വേണ്ടിട്ട്, ചാക്കി ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് പായിക്കുട്ടിക്കുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മള് ബർത്ത്ഡേ ആയിട്ട് ചോക്ലേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിറന്നാളിന് നമ്മൾ 2 പേർക്ക് ഫ്രോക്ക് മേടിച്ചു കൊടുത്തിരുന്നേ. ഇപ്പൊ ഡൗട്ട് വരും കേട്ടോ. ആ ഒരു ഓക്കെ പിറന്നാൾ വീഡിയോ കാണാത്തവർക്ക് ചിലപ്പോ ഡൗട്ട് തോന്നും, അയ്യോ കൊച്ചിനൊരു മുട്ടായി കവർ മാത്രമാണോ കൊണ്ടുപോകുന്നത്. അവർക്ക് 2 പേർക്ക് ഫ്രോക്ക് എടുത്തായിരുന്നു കേട്ടോ. ചൂനക്കല്ല പായൂന് അടിയാന്ന് തോന്നുന്നു 2. വേണ്ട അമ്മ അവിടെ ഇരുന്നോ. അമ്മ ഛർത്തിയുടെ ആളാട്ടോ, അതുകൊണ്ട് നമ്മൾ അമ്മയ്ക്ക് പരിഗണന എടുത്തിരിക്കുന്നു. അയ്യാ കേറിയില്ലേ, തലേ കൈ വെച്ചു. നമ്മള് പോവാ. അത് തുറന്നിട്ടാ മതി. അപ്പൊ ഒരു ശകല ആശ്വാസം. തുറന്നിട്ടാ മതി. അയ്യോ അന്ധകാരത്തിലായി. കാട്ടിക്കൂടി ആടില്ല ദൈവം പോകുന്നത്. അമ്മ അച്ഛനും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഉപ്പി കൊടുക്കണത് നല്ല കുറയുണ്ട്. നമുക്ക് ഇവിടെ തിരിക്കാൻ പറ്റില്ല വണ്ടി. ആ അതുകൊണ്ടാണ് ശരിയാ. ഇതിപ്പോ ക്രിസ്മസ് പൂക്കളൊക്കെ വരുമ്പോ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന ഹാപ്പി ടു യു കേക്കോ ഹാപ്പി ടു യു. ആ ഞാൻ കണ്ടായിരുന്നു. നമ്മള് വന്നപ്പോ കെട്ടിപ്പായിരിക്കാൻ വേണ്ടിയാണ്. ഹായ് ഹാപ്പി ടു യു ഹാപ്പി ടു യു ഹാപ്പി ടു യു പായു. ആരാ ആരാ ഞാൻ മാത്രം കൊടുപ്പായില്ല. ആരാ ആരാ ആരാണ്? നല്ല ഭയങ്കര. അപ്പൊ എത്ര കൊല്ലായിട്ടുണ്ടാവും? അതെ Happy to you. Happy to you. Wow, super. My God. അതായത് എടുത്ത് വെക്കി. ആ മിഠായി വെക്കില്ല. ഹലോ എന്താ പറയുന്നത്? കൊറേ നാളെ കണ്ടുള്ളൂ. യെസ് After a long time. അതെ എന്താ ദൈവമേ. ഇപ്പൊ എവിടെ പഠിക്കുന്നതൊക്കെ? Carmel HSS Chalakudi. +2 +1 +2. യെസ്. അപ്പൊ ഇതൊക്കെ പറക്കിടയില് പറക്കില് ആരെ പറക്ക ഏറ്റവും കൂടുതൽ ആരെ പറക്കണേ നോട്ടെ. ആരാ ഏറ്റവും കൂടുതൽ വായനാക്കുന്നതെന്നല്ല പറക്കിടുന്നത്. പൂഞ്ച പൂഞ്ച ജയിച്ചോണ്ടിരിക്കുന്നു, അഭി ജയിച്ചോണ്ടിരിക്കുന്നു, പൂഞ്ച വിചാരിച്ചോണ്ടിരിക്കുന്നു, പൂഞ്ച 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 ജയിച്ചോണ്ടിരിക്കുന്നു. ദേ പാറപ്പൻ നോക്കിയിരിക്കുന്നു. ദേ ജാനി 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 ജാനി. കഴിഞ്ഞു ഒക്കെ വാരിയിട്. അപ്പൊ വിജയിച്ചത് അല്ല അല്ല
അല്ല എന്ന് ഞാൻ പറയും. അല്ല ഇതെന്തിട്ട് തലയിൽ ഇതാരും നീഗ്രേ ചിക്കിരിയാമുത്ത ഇവരുടെ അവിടെ ഭയങ്കര വെറൈറ്റിയാ. സൂപ്പർ. അത് കഴുത്തിക്കോട്ടി കാണുന്ന മോളിക്കോട്ടി. ഹാപ്പി ടു യു. ഇവന്റെ ഇല്ലേ ഹാപ്പി ടു യു. ഹാപ്പി ടു യു പറഞ്ഞേ. ഗുഡ് ഗേൾ. ഹാപ്പി ബർത്ത്ഡേ പാർവതി. ഇത് അവിടെ ഒരാള് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടവരുണ്ടാ, അല്ലെങ്കിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ പോകും. തോണ്ടല്ലോ അടയ്ക്കാ. കുഴിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കലൊക്കെ സഹായിക്കാം. പാറൂനെ നടുക്കരുത്, പൂഞ്ചപ്പുറത്തേക്ക്. ഓക്കെ ജാനി 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു പാർക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ ഞാൻ ഗിഫ്റ്റ് കൊണ്ടാണ് ചേച്ചിക്ക് ആ കഴിച്ചു കഴിച്ചു കഴിച്ചു. ചേച്ചിക്ക് കൊടുത്തേ പാറു. അപ്പൊ അങ്ങനെ നമ്മുടെ പാറപ്പന്റെ 3ാമത്തെ പിറന്നാള് കഴിഞ്ഞിരിക്കുകയാണ്. 3 വയസ്സ് ആശുപത്രി പോയി കണ്ടതാ അന്ന് ഒളിച്ചും പാത്തും. ഒളിച്ചും പാത്ത് കേറാൻ പറ്റില്ല. എന്റെ ഡെലിവറിക്ക് അങ്ങനെ തന്നെയായിരുന്നു, കേറാൻ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ നടന്നിട്ടുണ്ട് സംഭവം. ആ ഒളിച്ച് കണ്ട കുഞ്ഞുവാവ ഇത്രയും വലിയ സമയം പോണെന്ന് അറിയാമല്ലോ അല്ലേ. പട്ടപ്പട്ടയെന്നുള്ള സമയം കാര്യങ്ങളൊക്കെ കയ്യൊക്കെ നക്കി കഴിഞ്ഞാ. ആ ഇനി ഈ ആഘോഷമായിരിക്കും. അല്ല ഇത് എല്ലാ പ്രാവശ്യം എവിടെ പരീക്ഷയാലും ഇത് ഫെയിൽ ആവാറ് പതിവാറ് അല്ല. ശരിയല്ലേ? കഴിഞ്ഞ എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. ഒരു വോട്ട് ഞാൻ നമ്മുടെ അവിടെ ഈ സാധനം മേടിച്ചിട്ട് ഞാനിത് കുത്തി ഓട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ കൊടയായിരുന്നു. വേറെ നിവർത്തിയില്ലാണ്ടേ. ഇനി രക്ഷയില്ല. ഇനി അതിലായിരിക്കും ഫുള്ള് കളി കാര്യങ്ങൾ. അതെ അതെ ഡെക്കറേഷൻ നമ്മളിപ്പോ വന്നോളൂ. നമുക്ക് ഗംഭീരാക്കാണ്. അതെ പക്ഷെ ഇത് കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇപ്രാവശ്യം അവരൊന്ന് സെറ്റ് ആക്കാന്ന് പറഞ്ഞു അല്ലേ. അവരെ ഞങ്ങൾ റെഡിയാക്കാം, നിങ്ങൾ ആ ടൈമിൽ കയറി വാ. പിന്നെ അന്ന് പിറന്നാളിന്റെ വീഡിയോക്കകത്തും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂന് ചേച്ചിനൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ. ആ ടൈമിൽ വന്നാൽ മതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് അളിയനാണ്. അളിയന്റെ പാചകവും കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത്. നമ്മള് വെറുതെ പോയി അറിയത്തില്ല, ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് തന്നെ. എനിക്ക് ഇവിടുത്തെ അത്ര വശമൊന്നുമില്ല, ഇവിടുത്തെ ഫുഡൊന്നും. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ.
ഇടുക്കിയിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10 പേര് വന്നാലും ഞാൻ ഉണ്ടാക്കി നേരത്തെ തരാം. അതെ അതെ പക്ഷെ ഇവിടുത്തെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളത് പിന്നെ കേക്ക് തിന്നൽ സ്ഥാനത്തിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് വേണം. കൊച്ച് മുട്ടായി എടുത്തപ്പോ അമ്മ പറയണേ എന്റെ പുല്ല് മോളെ എനിക്ക് വേണം, ഞാൻ വയറ് കാലിയാക്കിട്ടെ ഫുഡ് കഴിക്കാനായിട്ട് സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ അതിപ്പോ ഞങ്ങള് പറയുന്നില്ല, അതപ്പ കാണാം. ഇതിപ്പോ എന്താ അവിടെ നമുക്ക് സംഭവിക്കില്ലേ? What is this? What is this? തരൂ തരൂ. താങ്ക് യു താങ്ക് യു. കഴിച്ച അതാ കള്ളത്തി നിനക്ക് കിട്ടിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഒരാളുടെ വായി നിറച്ചാണ്, അവിടെ കുത്തി കയറ്റാൻ പറ്റില്ല. ഓ എന്നാലും എനിക്ക് ശുക്രിയാമുത്ത് കുട്ടികളായിട്ട് ശുക്രിയാമുത്ത ഞങ്ങളവിടെ അങ്ങനെ അതല്ലെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും. ശുക്രിയാമുത്ത് പല സ്ഥലത്തും പല വാക്കുകളുണ്ട്. അച്ഛനെ എനിക്കിത് വേണ്ട, ഞാൻ വലിയ പീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതെ അതെ, ഞാൻ വലിയ പീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. അമ്മേ അധികം വേണ്ടോ? ഞാനെനിക്ക് ക്രീം ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ആസ്വദിച്ചേ ഇന്നലെ നമ്മൾ കഴിച്ചോളൂ അല്ലേ? സൂപ്പർ കേക്ക് കേട്ടോ. എനിക്ക് ഇതിനെ ഇതുവരെ കഴിച്ചിട്ടില്ല. അത് ഹണിയാണെന്ന് തോന്നുന്നു അല്ലേ? ഹണിയാണ്. നമ്മൾ ഇന്നലെ കഴിച്ചോളൂല്ലേ കൊതി കൂട്ടിട്ട് ഒരു പീസ്. അത് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് വേറെ എന്തോ ആണ്. മറ്റൊന്ന് ഞാൻ കടലിലിരിക്കാം. കടലിലോ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? കടലില മഴ വരട്ടെന്നോ? മഴ മാറിയിട്ട് കൊച്ചു കടലിൽ കൊച്ചു നമ്മളെ കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ടുപോകും കടലിൽ. അതെ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോ നിങ്ങൾ വരുന്നില്ല എന്നുള്ള ഇതായി. കേക്ക് സൂപ്പർ സൂപ്പർ അല്ലേ? നല്ല മോളെ. സ്കൂളിലെ ഫ്രണ്ട്സുകളുടെ പേരൊക്കെ പറഞ്ഞേ. ഫ്രണ്ട്സുകളുടെ പേരൊക്കെ പറഞ്ഞേ. പൂഞ്ച കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും അത്ഭുതത്തോട് ചോദിക്കുന്നു ഇത്ര സംസാരിക്കുമെന്ന്. അവള് ഞങ്ങളും അത്ഭുതത്തോടെ നിന്ന് ഇടുക്കി പോയിട്ട് കൊച്ചിനെന്തൊക്കെ മാറ്റം വന്നത്. ഭയങ്കര കലക്കായി. സ്കൂളിൽ പോയപ്പോ പിള്ളേരെല്ലാരുമായിട്ട് സംസാരിച്ചോളെ നന്നായിട്ട് സംസാരിക്കും. വർത്താനം കൂടുതലാ. അമ്മ അമ്മ ഇപ്പൊ തോന്നിട്ട് അതല്ലേ? അത് ഫാൻ്റെ മുന്നിലുണ്ടായി കുറച്ച്. അമ്മ മൂന്നാമത്തെ അടിക്കലടിക്കണ. എന്തെങ്കിലും സഹായിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ചൂടെടുക്കണം. പാലാഴിക്കടവിൽ തരുമോ തരുമോ? ഡാൻസ് കളിക്കും. യാതൊരു കുഴപ്പമില്ല. ആ പണ്ടത്തെ സ്റ്റാറായിരുന്നു കുഞ്ചൂള. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണായിരിക്കും. അടുത്ത അതിന് വേണ്ടാത്തത് അടുത്തത്. അതൊക്കെ അവിടെ ഇരുന്നോട്ടേട്ടാ. ഇനി അതൊന്നും ഇറക്കി ഉച്ചുള്ളിയില്ലേ? ഉച്ചുള്ളിയില് മോന്റെ ഉച്ചുള്ളിയിലും കൊണ്ട് കൊത്തോളൂ കേട്ടാ. മോന്റെ ഉച്ചുള്ളിയില് കൊണ്ട് കൊത്തോളൂ, എല്ലാവർക്കും കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞോളൂ എന്റെ അനീറ്റിയുടെ പിറന്നാളാണ്, മിഠായി എല്ലാവരും കഴിച്ചോളൂ. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ ഗൈസ്? ആ ഒരു വീഡിയോ ഒക്കെ പിന്നെ വരുന്നതായിരിക്കും അല്ലേ? അതൊക്കെ പറയാം. അപ്പൊ ഫുഡിന് ക്ഷണമുണ്ട്. അതെ അതെ ക്ഷണമുണ്ട്. എന്തായാലും ഫുഡൊന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ മമ്മി. ആർക്ക് കത്തമ്മയ്ക്ക? അമ്മ പാട്ടോടി പത്താപ്പുറത്ത് ചോദിക്കാൻ. യെസ് കിച്ചൺ നമ്മളെത്തി. നമ്മളുടെ ബിരിയാണി
കാവ് പറക്കുന്നതാണ് നല്ല അടിപൊളി ബിരിയാണി. ഞാനില്ലാണ്ട് ഒരു തുമ്പുണ്ടെങ്കിലും ഓ, നല്ല സ്മെല്ലല്ലേ. ഞാൻ മണത്ത് വന്നു. അതാണ് ഞാൻ. സർലാസ് ചിക്കൻ കറി. ചിക്കൻ ബിരിയാണി. ഒരു തിരുത്തുണ്ടായില്ല, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. ഒരു തലയിറക്കം. എന്തോ ഒരു ബീഫ് മേടിക്കാൻ പറ്റില്ല, അതിന് പകരം ചിക്കൻ മേടിച്ചു. ചിക്കൻ മേടിക്കാൻ പറ്റും. ബീഫ് മേടിക്കണമെങ്കിൽ കാലത്തൊക്കെ പോകണം. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നോട്ടെ. എനിക്കിതൊന്നും കണ്ടിട്ടല്ല സോല പ്രായം കുറവ്. ഞാൻ ചുമ്മാ ഇത് പഴയതാട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ എത്ര വർഷമായി? 9 വർഷമായി. 3-ാമത്തെ വർഷം അങ്ങാടാന്ന് തോന്നുന്നു. ഏട്ടൻ വന്നപ്പോ അബുദാബിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ ഇടാറില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാരണ നാടൻ പെൺകുട്ടിയായിട്ടാണ് നടക്കാറ്. അപ്പൊ ഇന്നത് കണ്ടപ്പോ ഭയങ്കര വിഷമം. ഒരു പ്രാവശ്യം എന്താ പറയാ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. അതും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഇവിടെ മാത്രം ജസ്റ്റ് ഇട്ട് കാണാൻ വേണ്ടി. ആള് വാങ്ങിച്ചോണ്ടാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഒരു ഇത്. അപ്പൊ ഞാൻ ഇന്ന് ഇത് അവിടെ ഇരിക്കുന്നുണ്ടപ്പോ ഞാൻ ആദ്യം ഭരിച്ചപ്പോ കിട്ടിയത് എനിക്കിത് ഇതാണ്. അപ്പൊ ഞാൻ ഇതന്നെ ഒരു കാര്യമുണ്ട് അമ്മ, എന്താന്നറിയോ, ഒരു കാര്യമുണ്ട്. ഇവര് ഇത്രയും ലുക്ക് പിടിക്കുന്നത് നമ്മൾ അറിഞ്ഞില്ല. അതറിഞ്ഞില്ല. അതല്ല അമ്മു, വേണ്ട, നമുക്ക് ചാൻസ് ഉണ്ട്. അല്ല അല്ല, കാലിന് വയ്യാത്തോ ഇപ്പൊ അമ്മൂന് ഇത്രയും തടിയും കാര്യങ്ങളൊക്കെ വെച്ചത്. അതെ. അപ്പൊ നമുക്ക് നേരെ ഫുഡിലേക്ക് കിടക്കാം. ഓക്കെ. കൈയിട്ട് പറക്കാൻ അത് കണ്ടാണ് ഞാൻ എന്റെ ഈ കൊടവയറ് ഒന്ന് പുഷ്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അല്ല, കമന്റ് വന്നിരുന്നു കേട്ടോ, പ്രഗ്നന്റ് ആണ്. അതൊക്കെ നമ്മള് ഇച്ചിരിയും കൂടെ വലുതാണ്. അത് വന്നതേ അമ്മൂന്നുമ്മ എന്റെ അടുത്ത് കെട്ടിപ്പിടിക്കാൻ ഓടി വന്നു. അപ്പൊ വിച്ചു തടസ്സം കയറി ഇങ്ങനെ നിന്നു. ജാനി വന്നത് സാധനങ്ങളൊക്കെ എടുത്തു. ഓ മൈ ഗോഡ്. ഒരു സൂത്രം കാണിച്ചു കൊടുക്കട്ടെ. സൂത്രം കാണിച്ചേ. ഇത് മുഴുവനും ഇവരുടെ കളിപ്പാട്ടങ്ങളാണ്. ഇത് എന്റെ പൊന്നെ, ആളേലും വലിയ വണ്ടിയുള്ള. നിങ്ങൾ പാടരുത് ദൈവത്തെ പുറത്ത്. അത് കേട്ട് കേട്ട് അമ്മക്ക് ഈ പണ്ടത്തെ തീരന്തേടും തിരയുടെ പാട്ടിലേക്കാണ് അമ്മക്ക് കിട്ടാ. അത് വേണ്ട, കേട്ട് കേട്ട് മടുത്തു അമ്മേ. കളിക്കണം. അത് ഞാൻ അടിപൊളിയായിട്ട് കളിക്കാറുണ്ട്. എന്നറിയാം, ഞാനോട് പറഞ്ഞു. ഞാനൊന്നും മുൻകരുതൽ ഞങ്ങളെ ഈ പ്രാവശ്യത്തെ വീഡിയോ അടിപൊളിയാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ആ സമയത്ത് ഞാനും തത്തമ്മയും അമ്മ ഒരേപോലത്തെ സാരി ആയിരിക്കും. ഞങ്ങളുടെ തിരുവാതിര എന്തായാലും ഉണ്ടാവുന്നത്. ആ സമയത്ത് 100 തിരക്കുകളായിരിക്കും. ഇവിടെ ഓണം കൊള്ളണം, അവിടെ ഓണം കൊള്ളണം. സെറ്റ് ആയിട്ടുണ്ട് മുന്നേ. ആണോ? ഒരു പോലത്തെ സാരി 3 പേർക്ക് എടുക്കും. തിരുവാതിര 500 രൂപയുടെ സാരി അല്ല, 3. അപ്പൊ ഇപ്രാവശ്യം നമ്മള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാക്കല്ലേ. നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മളവിടെ തന്നെ ഉണ്ടാവും. പൂക്കളെ ഇടാൻ വന്നിരിക്കണ്ടല്ലോ. പിന്നെ അങ്ങോട്ടേക്ക് വരണ്ടല്ലോ. കണ്ണനെ കണ്ടു സഖി, കാർവണ്ണനെ കണ്ടു സഖി, കണ്ണനെ കണ്ടു സഖി, കാർവണ്ണനെ കണ്ടു സഖി, മാമ മാമി മാമ മാമി കണ്ണനെ കണ്ടു സഖി, കാർവണ്ണനെ കണ്ടു സഖി. അവിടുന്ന് ഒരാൾ പാട്ടൊക്കെ പാടാൻ വേണ്ടി ഫോൺ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കാണാൻ കേട്ടില്ല എന്ന് തോന്നുന്നു.
അവിടെ എന്താ സംഭവം? അവിടെ ട്രാഫിക് ബ്ലോക്കും എന്റെ പൊന്നെ. വണ്ടികള് മറ്റേ തൃശ്ശൂർ റൗണ്ടിലില്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. തൃശ്ശൂർ റൗണ്ടിലില്ലാത്ത വണ്ടികള് പറക്കും തെളികളാണ് കേട്ടോ എല്ലാം കൂടി. ചേച്ചിയുടെ പാട്ട് അനുസരിച്ച് കിട്ടിയില്ലേ? പാട്ട് തപ്പിക്കൊണ്ടിരിക്കും. അതെ 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 അതെ. അതുങ്ങൾ അതുകൊണ്ടാ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാത്ത. അതുങ്ങൾ നോക്കുമ്പോ ഇവിടെ വിശാലമായ സ്ഥലം, ഒരു ടിപ്പർ കയറ്റി ഓടിക്കുന്ന സ്ഥലമുണ്ട്. അതെ അതെ അതെ. കണ്ടുപിടിച്ചോ സഹോ? കണ്ടുപിടിക്കും. അത് ഈ ജന്മത്തിൽ കിട്ടില്ല പാട്ട്. ചേച്ചിക്കും എന്തൊക്കെ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. കയ്യസ് ജാരി വലിയ കഥ വെക്കുമ്പോ അവള് പറയണേ പക്ഷെ ഞാൻ കൊണ്ടുപോയി വെച്ചു. അയ്യോ ഇന്നൊരു ബ്രഷ് മേടിക്കാൻ മറന്നില്ലേ? ഇതാക്കാനായിട്ട് ഞാൻ ജാലിന്റെ ബ്രഷ് എടുത്തുണ്ടോയല്ലോ. അപ്പഴേ ഞങ്ങളുടെ വിചാരത്തിൽ വല്ല കാപ്പി എടുത്തുണ്ടോയിന്ന. ഞങ്ങള് തമ്മിൽ കൊമ്പ് ഓർപ്പില്ല കേട്ടാ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കാം. ജാനി അവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഞാന് മുടിയില് വാവ സെറ്റപ്പായി കൊടുക്കാം. തൊടിക്കില്ല തൊടിക്കില്ല. ഇവിടെ പാട്ട് ഇതുവരെ ഇല്ല. ഞാൻ വായ മുറിഞ്ഞ് നോക്കിയിരിക്കുക. പാട്ടാവും. പാട്ട് റെഡിയാക്കാന്നാ പറഞ്ഞു. ജാനി ഇങ്ങൊന്ന് വന്നേ നോക്കട്ടെ. ജാനി ഇവിടെ ഒരാള് പാട്ട് പാടാണ്ട് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങള് ചേച്ചി നടിക്കുന്നു, അമ്മ അപ്പുറത്തിരുന്നു. അപ്പൊ നല്ല ഭംഗി സെറ്റ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു പാർലർ റിക്വസ്റ്റ് ആണ്. ഭയങ്കര ടൈറ്റ് ആയില്ലേ? ആ കലക്കാം. 1 2 3 സ്റ്റാർട്ട്. ഇച്ചിരി സൗണ്ട് കൂട്ടി പാടിക്കോളൂ. മോഹചന്ദനം നീയേ മാഞ്ഞു പോകാതെ പൂത്തു നിൽക്കുമീ വരവസന്തവും നീയേ മാനസം തന്ന പെണ്ണേ മാർഗഴി പൂവു നീയേ മോഹസംഗീതമേകി ഓർമ്മയിൽ തേൻ നിറച്ചതും നീയേ രാത്തിങ്കൾ ഞാനായാൽ നീലാമ്പൽ നീയേ എല്ലാം പകലാക്കാൻ മൃദുഹാസനരിയിലെ പ്രേമം ഈ പ്രേമം ഇനി നീ എന്നാരെണ്ണം നിന്നുള്ളം തെളിനീലാകാശം ഞാനെന്നീ അത് മായാതാരം നിന്നും പൊന്നും ചാത്തും ആരും മുത്താമുന്തിര സൂപ്പറായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇത് ക്ലിപ്പ് ചെയ്യണ മോഡലാ? ക്ലിപ്പ് ചെയ്യണോ? ആ ക്ലിപ്പ് ചെയ്യണ മോഡലല്ലേ? ചുക്കിരിയാമുത്ത വേണ്ടേ? അത് ഇരുന്നോട്ടാ, എടുക്കണ്ട. ആദ്യം ഇട്ടോട്ടോ അങ്ങനെ പറയുന്നത്. എവിടെയായിരുന്നു താൻ? എവിടെയായിരുന്നു? ആ മേടിച്ചു പോയി. എവിടെയായിരുന്നോ താൻ? എവിടെയായിരുന്നു? എവിടെയായിരുന്നോ താൻ? എവിടെയായിരുന്നു? എവിടെയായിരുന്നു? എന്നിട്ട് ഇവിടെ എന്തോ ചീറ്റി പോയല്ലോ. വീയല്ലേ അമ്മ? പൊട്ടി കഴിഞ്ഞോട്ടല്ല അമ്മ, നോക്കാൻ പോവും അമ്മ. പൊട്ടി കഴിഞ്ഞോട്ടല്ല. പട്ട് പണ്ടേന്ന് പറഞ്ഞ് പൊട്ടും. ഇവരെങ്ങനെ വീടും അപ്പൊ ഇങ്ങനെ തെറിച്ചു ചോദിച്ചാ
സോറി ബർത്ത്ഡേ കാര്യം ചേച്ചിയും അനിയത്തിയും ഒക്കെ ഇരുന്നു കേട്ടോ. എൻ്റെ അച്ഛനായിരുന്നു. ഞങ്ങൾ ഇരിക്കാൻ പോവുക. കഴിക്കി അച്ചാറ്, അതേപോലെ നമ്മുടെ ചിക്കൻ, ഇത് ബിരിയാണി, ഇത് സർലാസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കഴിക്കല്ലേ ഞാൻ പൊളിക്കട്ടെ. ഞാനും പൊളിക്കാൻ പോകുന്നുണ്ട്. ആ വക സാധനങ്ങളൊക്കെ നമ്മളുടെ പാത്രത്തിൽ നിരത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടിയോടെ എല്ലാം അവസാനിപ്പിച്ചു. ഓ തിന്ന് വയ്യാണ്ടായ ദൈവമേ. ഇത്രയും തട്ടിച്ച സദ്യയില് കണ്ടില്ലോ ചേച്ചി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. ബിരിയാണിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത്രയും തട്ടിച്ചു തരുള്ളൂ. സദ്യയില് വലിയ പുളിങ് ഉണ്ടായില്ല, പിന്നെ അടിച്ചു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ബിരിയാണിയൊക്കെ ഫുഡ് കംപ്ലീറ്റ് ആക്കി എല്ലാവരും ഇങ്ങനെ വേണം ഫുഡ് കഴിക്കാനായിട്ട്. അതെ ഉണ്ടാക്കിയതല്ലേ ഞങ്ങള് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളത് കഴിച്ചു തീർത്തത്. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി സൂപ്പർ രക്ഷില്ല അല്ലെന്ന് ടേസ്റ്റ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ ഇന്നത്തെ സപ്പർ ഇവിടെ കഴിഞ്ഞു. ഇനി ഒരു ഉറക്കം, നാളെ കാലത്ത് എണീറ്റ്. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി. വീട്ടിലും വന്ന് കേറിയുള്ളൂ. ഇവിടെ കയറി ഡ്രസ്സൊക്കെ മാറാനായിട്ട് നിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത്, അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞേ വൈൻഡപ്പ് എടുത്തിട്ടില്ല ഊരല്ലേ എന്ന്. അപ്പൊ എന്തായാലും നേരെ വൈൻഡപ്പ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതുപോലെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് വർത്താനം മറന്നുപോയി. ചേച്ചി പോയി കോസ്റ്റ്യൂം ഒക്കെ ഊരി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ രണ്ടാമത് എണീപ്പിച്ചു പോയി. പോയിടറി വേഗം പാടി വന്നിട്ട് ഇൻട്രോ കടിയെന്ന് പറഞ്ഞു. അപ്പൊ ആള് തന്നെ പോയിട്ട് വന്നു. ആളെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ, എല്ലാ കാര്യത്തിനും. പിന്നെ അതേപോലെ തന്നെ കുറെ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണത്തിന് എന്തോ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുടെ മനസ്സിൽ. മുക്കാൽ ഭാഗം നടത്തി എടുക്കാറുണ്ട്. ആ ടൈം ആകുമ്പോൾ ആൾക്കാണ് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ തിരക്ക് വരുന്നത്. അതെ അതെ. അപ്പൊ ഇവിടത്തെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണ്ട. അപ്പൊ അവിടത്തെയും തിരക്കും ഇവിടത്തെയും തിരക്കും കൂടി ഒക്കെ കൂടി ആകുമ്പോൾ ആൾക്ക് ഇവിടെ വരാണ്ടിരിക്കാൻ ഒട്ടും പറ്റൂല. അവിടെ ഓടി പടച്ച് പറയുകയും ചെയ്യും. അപ്പൊ എന്തായാലും നാളെ പാർക്കുട്ടിയുടെ പിറന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാൻ നമ്മളുണ്ടായിരുന്നില്ല, അവരെല്ലാരും കൂടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യമാണ് ഇത്തിരി അടിപൊളിയായിരുന്നല്ലേ, വെറൈറ്റി നല്ല സൂപ്പർ ആയിട്ടാണ്. പക്ഷെ നമ്മുടെ എപ്പോഴും നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്, നിങ്ങൾക്ക് അറിയാം നമ്മളെപ്പോഴും ആ ഒരു എന്താ പറയാ ആ ഒരു ലെവലിലാണ് നമ്മൾ പോവാറുള്ളത്. താഴ്മയാണെങ്കിൽ താഴ്മ, അന്ന് അത്യാവശ്യം നല്ലതാണെങ്കിൽ നല്ല ആ ഒരു ലെവലിലാണ് കാര്യങ്ങളും കൊണ്ടുപോകാറ്. ഒരുപാട് ആർപ്പാടൊന്നും കാണിക്കാനില്ല. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നിപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. പുതിയൊരു വീഡിയോ ഇട്ടിരുന്നത് എല്ലാവർക്കും ടാറ്റാ.